ഭാഗം 1, പുസ്തകം 1, അധ്യായം 5. മാനവകുലത്തിന്റെ വളർച്ച, രക്ഷകനു വേണ്ടിയുള്ള പ്രതീക്ഷ. വിശുദ്ധ യോവാക്കിമും അന്നായും. ആദ്യത്തിന്റെ സന്തതി പരമ്പര വർദ്ധിച്ചുകൊണ്ടിരുന്നു. നീതിമാന്മാരും നീതിരഹിതരും ഒരുപോലെ പെരുകി. രക്ഷകനു വേണ്ടിയുള്ള നീതിമാന്മാരുടെ മുറവിളിയും ഉയർന്നു. എന്നാൽ രക്ഷകനെ ലഭിക്കുന്നതിന് തടസ്സമാകത്തക്ക തരത്തിൽ നീതിരഹിതരുടെ പാപങ്ങളും അതിക്രമങ്ങളും തുടർന്നുകൊണ്ടിരുന്നു. മിശിഹായുടെ മനുഷ്യാവതാരത്തിനു വേണ്ടിയുള്ള പദ്ധതികൾ അവസാന ഘട്ടത്തിലെത്തി. പാപത്തിന്റെ തേർവാഴ്ചയ്ക്ക് പരിഹാരം കണ്ടെത്തേണ്ട സമയം ആസന്നമായി. സർപ്പം ഭൂമിയിൽ അവന്റെ പാപവിഷശ്വാസം നിറച്ചു. നിയമങ്ങൾക്കും പ്രബോധനങ്ങൾക്കും നേരെ മനുഷ്യൻ കണ്ണുകളടച്ചു. സാത്താൻ മർത്യരുടെ മേൽ തന്റെ പരമമായ ആധിപത്യം പുലർത്തി. സത്യദൈവത്തെ മറന്ന് മനുഷ്യൻ നന്മയ്ക്കും സമാധാനത്തിനും വിരുദ്ധമായി വ്യാജദൈവങ്ങളെയും കപട നിയമങ്ങളെയും സൃഷ്ടിച്ചു. ജഡത്തിന്റെ ദുഷ്പ്രേരണകൾ തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടപ്പോൾ വിമോചനത്തിനും വിടുതലിനും വേണ്ടി ശ്രദ്ധിക്കാൻ അവന് കഴിയാതെ വന്നു. ലൂസിഫർ അവന്റെ ധിക്കാരത്താൽ ജോർദാനിലെ പവിത്രജലം പാനം ചെയ്യുന്ന സ്ഥിതി വന്നു. മനുഷ്യൻ ദൈവത്തെ ഇത്രമാത്രം ദ്രോഹിച്ചിട്ടും അവനെ നിശേഷം ഉന്മൂലനം ചെയ്യാൻ ദൈവം തുനിഞ്ഞില്ല. തന്റെ പ്രിയപ്പെട്ട ജനതയും പ്രവാചകരും അർപ്പിച്ച നന്മ നിറഞ്ഞ കാഴ്ചകളിൽ പ്രസാദിച്ച് മനുഷ്യവംശത്തോട് അവിടുന്ന് കരുണ കാണിച്ചു. പഴയ നിയമത്തിലെ ഈ ഇരുണ്ട വേളകളിൽ കൃപ സമൃദ്ധമായി ചൊരിയാൻ അവിടുന്ന് തിരുമനസ്സായി. നീതിസൂര്യനും നമ്മുടെ രക്ഷകനുമായ മിശിഹായുടെ ആഗമനത്തെ വിളിച്ചോതാൻ തേജോമയരായ 2 പേരെ അയക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഇവരായിരുന്നു വിശുദ്ധ അന്നയും വിശുദ്ധ യോവാക്കിമും. വിശുദ്ധ യോവാക്കിമിന്റെ കുടുംബവും ബന്ധുക്കളും ഗലീലയിലെ നഗരമായ നസ്രത്തിലായിരുന്നു. നീതിമാനും വിശുദ്ധനും ദൈവകൃപയാൽ പരിശോഭിതനുമായിരുന്ന അദ്ദേഹം വിശുദ്ധ ലിഖിതങ്ങളുടെയും പ്രവാചകരുടെയും നിഗൂഢ രഹസ്യങ്ങളെപ്പറ്റി അറിവുള്ളവനായിരുന്നു. ദൈവത്തിന്റെ വാഗ്ദാന പൂർത്തീകരണത്തിനായി നിരന്തരം പ്രാർത്ഥിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വിശ്വാസം സ്വർഗം തുറക്കാൻ കാരണമായി. എളിയവനും വിശുദ്ധനുമായിരുന്ന അദ്ദേഹം വിശ്വസ്തത, തീക്ഷ്ണത, ഉത്സാഹം എന്നിവയുടെ വിളനിലമായിരുന്നു. ഭാഗ്യവതിയായ വിശുദ്ധ അന്നയുടെ ഭവനം ബേത്ലഹേമിലായിരുന്നു. അവൾ വിശുദ്ധയും വിനീതയും സുന്ദരിയുമായിരുന്നു. ചെറുപ്പം മുതലേ പവിത്രമായ ജീവിതം നയിച്ചിരുന്ന അവൾക്ക് അവർണ്ണനീയമായ ദൈവിക നിർവൃതി ലഭിക്കുമായിരുന്നു. ലൗകികവും ആത്മീയവുമായ മേഖലകളിൽ അവൾ കാര്യക്ഷമത ഉള്ളവൾ ആയിരുന്നു. വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ചും അവയുടെ നിഗൂഢതകളെക്കുറിച്ചും വിശുദ്ധ കൂദാശകളെപ്പറ്റിയും ആഴമായ അറിവും അവബോധവും അവൾക്കുണ്ടായിരുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ പുണ്യങ്ങൾ അവളിൽ പ്രശോഭിച്ചിരുന്നു. രക്ഷകന്റെ വരവിനായി അതീവ തീഷ്ണതയോടെ അവൾ പ്രാർത്ഥിച്ചിരുന്നു. അവളുടെ പ്രാർത്ഥനകൾക്കുത്തരമായി മണവാളൻ ഈ വാക്കുകൾ ഉച്ചരിച്ചു: നിന്റെ കണ്ഠാഭരണത്തിലെ ഒറ്റ രത്നം കൊണ്ട് എന്റെ ഹൃദയം കവർന്നെടുത്തിരിക്കുന്നു. ഉത്തമഗീതം 4:9. ഇത്രയധികം നന്മയുടെയും വിശുദ്ധിയുടെയും പാരമ്യത്തിലായിരുന്നു ഈ അമ്മ. ആകയാൽ രക്ഷകന്റെ വരവ് ത്വരിതപ്പെടുത്തിയ പഴയ നിയമത്തിലെ വിശുദ്ധരുടെ ഗണത്തിൽ പ്രഥമ സ്ഥാനമാണ് ഈ അമ്മയ്ക്കുള്ളത്. തനിക്ക് സനാതന നിയമങ്ങളും അവയുടെ കൽപ്പനകളും പാലിച്ച് ജീവിക്കുന്നതിന് സഹകരിക്കുന്ന ഒരു ഭർത്താവിനെ ലഭിക്കുന്നതിനായും അവൾ പ്രാർത്ഥിച്ചിരുന്നു. ദൈവകൃപയാൽ അവളുടെയും യോവാക്കിമിന്റെയും സമാനമായ പ്രാർത്ഥനകൾ ദൈവതിരുസന്നിധിയിൽ എത്തിച്ചേരുകയും അവർ പരസ്പരം വിവാഹിതരാകുന്നതിന് ദൈവം തിരുമനസ്സാകുകയും ചെയ്തു. മനുഷ്യരൂപം എടുക്കുന്ന ദൈവത്തിന്റെ മാതാവിന്റെ മാതാപിതാക്കളാകാൻ ആ ക്ഷണത്തിൽ അവർക്ക് അനുവാദം ലഭിച്ചു. ഈ വാർത്ത അവരെ അറിയിക്കാൻ പ്രധാന മാലാഖയായ ഗബ്രിയേൽ അയക്കപ്പെട്ടു. രക്ഷകനു വേണ്ടി അതീവ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അന്നയ്ക്ക് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനായി. സുന്ദരനായ ദൈവദൂതനെ കണ്ട മാത്രയിൽ അവൾ ഭയചകിതയായി. എങ്കിലും ആന്തരികമായ ഒരു ആനന്ദം അവൾക്കുണ്ടായി. ആദരവോടെ അവൾ ദൂതനെ വണങ്ങി. എന്നാൽ തന്നെ വണങ്ങാൻ ഗബ്രിയേൽ ദൂതൻ അവളെ അനുവദിച്ചില്ല. മറ്റു മാലാഖമാർക്ക് അറിവില്ലാതിരുന്ന കൗദാശിക രഹസ്യങ്ങൾ ദൈവത്തിൽ നിന്ന് നേരിട്ടു വെളിപ്പെട്ടു കിട്ടിയിരുന്നതിനാലാണ് ഗബ്രിയേൽ ഇപ്രകാരം വർത്തിച്ചത്. ഈ വലിയ ദൈവിക രഹസ്യത്തെ അപ്പോൾ വെളിപ്പെടുത്താതെ അവളോട് ശ്രദ്ധിച്ചു കേൾക്കാൻ ഗബ്രിയേൽ ആവശ്യപ്പെട്ടു. ദൈവത്തിന്റെ ദാസിയായ അങ്ങിൽ
ദൈവം പ്രസാദിച്ചിരിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥനകൾ ചെവിക്കൊണ്ട് നീതിമാനും ദൈവകൃപ നിറഞ്ഞവനുമായ യോവാക്കിമുമായി അവിടുന്ന് വിവാഹത്തിൽ ഒരുമിക്കണമെന്ന് ദൈവം തിരുമനസ്സായിരിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും രക്ഷകനു വേണ്ടി യാചിക്കുകയും ചെയ്യുക. അവിടുത്തെ സകല ആഗ്രഹങ്ങളും സർവേശ്വരൻ സംഭവ്യമാക്കും. നീതിയുടെ പാതയിൽ ചരിക്കുകയും സർവശക്തനായ ദൈവത്തിൽ പ്രത്യാശയും സന്തോഷവും കണ്ടെത്തുകയും ചെയ്യുക. ഇപ്രകാരം അവൾക്ക് ആത്മീയ ആനന്ദവും വിശുദ്ധ ലിഖിതങ്ങളെപ്പറ്റി അറിവും നൽകിയ ശേഷം ഗബ്രിയേൽ അപ്രത്യക്ഷനായി. വിശുദ്ധ യോവാക്കിമിന് ഗബ്രിയേൽ നിദ്രയിലാണ് പ്രത്യക്ഷപ്പെട്ടത്. സർവേശ്വരന്റെ വലത്തുകരത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, അവിടുത്തെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പരിശുദ്ധിയോടെ ലളിത ഹൃദയനായി ജീവിക്കുക. ദൈവത്താൽ അനുഗ്രഹീതയായ അന്നായെ അങ്ങ് ഭാര്യയായി സ്വീകരിക്കണമെന്ന് അത്യുന്നതൻ ആഗ്രഹിക്കുന്നു. അവളെ ദൈവത്തിന്റെ വാഗ്ദാനമായി കാണുക. അവളെ അങ്ങേക്കു നൽകിയ ദൈവത്തെ സ്തുതിക്കുക എന്ന് ദേവദൂതൻ അവനോട് ആവശ്യപ്പെട്ടു. ഇങ്ങനെ അന്നായുമായുള്ള വിവാഹത്തിന് യോവാക്കിം തീരുമാനിക്കുകയും ഇരുവരും ദൈവേഷ്ടപ്രകാരം വിവാഹിതരാവുകയും ചെയ്തു. എങ്കിലും ഗബ്രിയേൽ ദൂതൻ വെളിപ്പെടുത്തിയ രഹസ്യം വർഷങ്ങളോളം പരസ്പരം പറഞ്ഞില്ല. ദൈവനീതിക്കനുസൃതമായി ഈ വിശുദ്ധ ദമ്പതികൾ നസ്രത്തിൽ ജീവിച്ചു പോന്നു. അവർ കളങ്കരഹിതരായിരുന്നു. അതിനാൽ അത്യുന്നതൻ അവരിൽ അത്യധികം പ്രസാദിച്ചു. അവരുടെ ആദായവും സമ്പാദ്യങ്ങളും അവർ മൂന്നായി ഭാഗം വെച്ചു. ഒന്നാം ഭാഗം ജെറുസലേം ദേവാലയത്തിൽ കാഴ്ചയർപ്പിച്ചു. രണ്ടാം ഭാഗം ദരിദ്രർക്ക് ദാനമായി നൽകി. മൂന്നാം ഭാഗം മാത്രമാണ് അവർ വിനിയോഗിച്ചിരുന്നത്. അവരുടെ ഔദാര്യവും സേവന തൽപരതയും കണക്കിലെടുത്ത ദൈവം അവരുടെ ഭൗതിക സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവർ പരസ്പരം ഒരുമയോടും സ്വരുമയോടും കൂടി ദാമ്പത്യ ജീവിതം നയിച്ചു പോന്നു. വിനീതയായ അന്ന എല്ലാ കാര്യങ്ങളിലും അവളുടെ ഭർത്താവിന്റെ ഇച്ഛയ്ക്ക് വിധേയപ്പെട്ടിരുന്നു. യോവാക്കിമും അതേ എളിമയുടെ ഭാവത്തോടെ അവളുടെ അഭിലാഷങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുകയും അവളിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്തു പോന്നു. സുഭാഷിതം 31:11. ദൈവഭയവും വിശ്വാസവും അവരിൽ നിറഞ്ഞു നിന്നിരുന്നു. മാലാഖയുടെ ആജ്ഞയനുസരിച്ച് യോവാക്കിം അന്നായ്ക്ക് വളരെയധികം ബഹുമാനവും നല്ല പരിചരണവും നൽകിയിരുന്നു. മാംസമാകുന്ന വചനത്തിന്റെ മാതാവിന് ജന്മം കൊടുക്കേണ്ടവളായി തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ അന്നായ്ക്ക് ദൈവിക മാധുര്യവും നിഗൂഢ രഹസ്യങ്ങളും അഗാധമായ കൃപകളും ദൈവം പ്രദാനം ചെയ്തിരുന്നു. ഭാഗ്യം നിറഞ്ഞ ഈ ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം ഇല്ലാതെ 20 വർഷങ്ങൾ ചെലവഴിക്കേണ്ടി വന്നു. വന്ധ്യത അക്കാലത്ത് യഹൂദരുടെ ഇടയിൽ ഏറ്റവും നിന്ദ്യമായാണ് കണക്കാക്കിയിരുന്നത്. ആയതിനാൽ ദൈവാനുഗ്രഹം ഇല്ലാത്തവർ എന്ന രീതിയിൽ അയൽക്കാരും സ്നേഹിതരും അവരെ വീക്ഷിച്ചിരുന്നു. അത്രമാത്രം അവർ അപമാനിക്കപ്പെട്ടിരുന്നു. എന്നാൽ സർവേശ്വരൻ അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് കൃപയും അനുഗ്രഹങ്ങളും അവരിൽ ചൊരിയാൻ തീരുമാനിച്ചിരുന്നു. ഈ കാലയളവിലെ കാത്തിരിപ്പും കണ്ണീരും ഉത്കൃഷ്ടമായ ഫലം പുറപ്പെടുവിക്കാൻ അവരെ ഒരുക്കുകയായിരുന്നു. തങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായാൽ അതിനെ ദൈവവേലയ്ക്കായി ദൈവാലയത്തിൽ സമർപ്പിച്ചു കൊള്ളാമെന്ന് നേർച്ച നേർന്ന് ഹൃദയ അഗാധത്തിൽ നിന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരുന്നു. ദൈവേഷ്ടപ്രകാരം തീക്ഷ്ണമായ പ്രാർത്ഥനയിൽ മുഴുകിയ ശേഷം യോവാക്കിം കാഴ്ചകൾ അർപ്പിക്കാനും സന്താന സൗഭാഗ്യത്തിനും മിശിഹായുടെ ആഗമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനുമായി ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ പട്ടണത്തിലെ മറ്റു പലരോടും ചേർന്ന് പ്രധാന പുരോഹിതന്റെ സാന്നിധ്യത്തിൽ കാഴ്ചകൾ അർപ്പിക്കാൻ യോവാക്കിം ദേവാലയത്തിലെത്തി. അപ്പോൾ ഇസാച്ചർ എന്ന യുവ പുരോഹിതൻ അദ്ദേഹത്തിന്റെ വന്ധ്യതയെ പരിഹസിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: യോവാക്കിമേ, നീ എന്തിന് ദൈവപ്രീതിയില്ലാത്ത ഈ കാഴ്ചകളുമായി ഇവിടെ വന്നു? ഇവരുടെ അടുത്തുനിന്ന് പോകുക. ദൈവത്തെ ചൊടിപ്പിക്കരുത്. വളരെയേറെ വേദനയോടെ യോവാക്കിം ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു: അത്യുന്നതനായ സർവേശ്വര, അങ്ങയുടെ അഭീഷ്ടപ്രകാരം കാഴ്ചയർപ്പിക്കാനെത്തിയ ഈയുള്ളവനെ അങ്ങയുടെ സ്ഥാനക്കാരൻ വെറുത്തിരിക്കുന്നു. ഇത് എന്റെ പാപഫലമാണ്. അങ്ങയുടെ അഭീഷ്ടമനുസരിച്ച് ഈ നാണക്കേട് ഞാൻ സഹിക്കാം. എങ്കിലും അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് അടിയനെ തള്ളിക്കളയരുതേ. മനോവേദനയും ദുഃഖവും സൗമ്യതയോടെ സഹിച്ച യോവാക്കിം പിന്നീടുള്ള കുറേ ദിനങ്ങൾ ഏകനായിരുന്ന് ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: സർവശക്തനായ ദൈവമേ, സകലത്തിന്റെയും ഉടയവനെ, ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ നമസ്കരിക്കുന്നു. അങ്ങയുടെ അനന്ത നന്മയാൽ
അടിയന്റെയും അങ്ങയുടെ ദാസിയായ അന്നയുടെയും യാചനകൾ ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അങ്ങയുടെ തിരുമുൻപിൽ വ്യക്തമാണല്ലോ. അങ്ങയുടെ കൃപയ്ക്ക് ഈ ദാസൻ അയോഗ്യനെങ്കിൽ എൻ്റെ എളിയ ഭാര്യ അന്നയുടെ യാചനകളെ അങ്ങ് ചെവിക്കൊണ്ടാലും. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, വന്ധ്യത എന്ന ശാപത്താൽ അടിയനെ ശിക്ഷിക്കരുതേ. അങ്ങയുടെ പ്രവാചകരുടെയും ദാസന്മാരുടെയും ഞങ്ങളുടെ പൂർവികരുടെയും കാഴ്ചകൾ, പ്രാർത്ഥനകൾ കണക്കിലെടുത്ത് അടിയന്റെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ പാപങ്ങൾ അങ്ങയുടെ കാരുണ്യത്തിന് തടസ്സമാകുന്നെങ്കിൽ അവ എന്നിൽ നിന്ന് അകറ്റിയാലും. ഇസ്രായേലിന്റെ രാജാവായ സർവശക്തനായ അവിടുത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല. രാജാക്കന്മാരുടെ രാജാവായ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് അടിയൻ എവിടെ പോയി ഒളിക്കും? അങ്ങയുടെ തിരുവിഷ്ടം അനുസരിച്ച് അടിയന് സന്താന സൗഭാഗ്യം നൽകുകയാണെങ്കിൽ അതിനെ അങ്ങയുടെ സേവനത്തിനായി അടിയൻ കാഴ്ചവെച്ചു കൊള്ളാം. എൻ്റെ മനസ്സിനെ ലൗകിക വസ്തുക്കളിൽ നിന്നകറ്റി അങ്ങിൽ മാത്രം ഞാൻ അഭയം പ്രാപിക്കുന്നു. അങ്ങയുടെ അഭീഷ്ടം ഞങ്ങളിൽ നിറവേറ്റുകയും ഞങ്ങൾ ഹൃദയത്തിൽ ആനന്ദം കണ്ടെത്താൻ ഇടവരുത്തുകയും ചെയ്താലും പൂഴിയിലെ പൊടിയായ അടിയനിൽ കനിയണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, സകലതിലും അവിടുത്തെ അഭീഷ്ടം നിറവേറട്ടെ. യോവാക്കിമും അന്നായും ദൈവസന്നിധിയിൽ ഉയർത്തിയ പ്രാർത്ഥനകളാണിവ. എൻ്റെ നിസ്സാരത മൂലം ഈ പ്രാർത്ഥനകളുടെ പവിത്രതയെപ്പറ്റി വർണ്ണിക്കുക അസാധ്യമാകുന്നു. ദൈവം അവർക്കു നൽകിയ വിളിയെപ്പറ്റി അഗാധമായി നിങ്ങൾ ധ്യാനിക്കണം. ഇവരാണ് നമ്മുടെ കർത്താവീശോ മിശിഹായുടെ വല്യപ്പനും വല്യമ്മയും, അവിടുത്തെ മാതാവിൻ്റെ മാതാപിതാക്കളും. എത്രയോ അവർണ്ണനീയമായ മഹത്വമാണ് ഇവർ സ്വന്തമാക്കിയത്. യോവാക്കിമിന്റെയും അന്നയുടെയും പ്രാർത്ഥനകൾ ചെവിക്കൊണ്ട പരിശുദ്ധ ത്രിത്വം ദൈവദൂതന്മാർക്ക് ഇപ്രകാരം വെളിപ്പെടുത്തി. പ്രവാചകന്മാർ വഴി വെളിപ്പെടുത്തിയ മനുഷ്യാവതാരം സംഭവ്യമാകുന്നതിന് നാം തിരുവുള്ളമായിരിക്കുന്നു. മർത്യരുടെ തിന്മ എത്ര വലുതാണെങ്കിലും നമ്മുടെ കരുണ അതിലും വലുതാണ്. ശാശ്വത മഹത്വത്തിൽ അവർ പങ്കാളികളാകാൻ വേണ്ടി 1 പത്രോസ് 3:22 നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യരോട് നാം കരുണ കാണിക്കും. ദൈവമക്കളുടെ പ്രീതികരമായ കാഴ്ചകളും പ്രാർത്ഥനകളും നാം കണക്കിലെടുക്കും. അതിലും ഉപരിയായി മാംസമാകുന്ന വചനത്തിന്റെ മാതാവ് സർലോകത്തിലും ഉപരിയായി സർവോത്കൃഷ്ടയും നമ്മുടെ പ്രീതിക്ക് പാത്രവുമാണ്. മനുഷ്യ അവതാര കർമ്മത്തിന് തുടക്കം കുറിക്കേണ്ട ശരിയായ സമയം ഇതുതന്നെയാണ്. യോവാക്കിമും അന്നയും നമ്മുടെ ദൃഷ്ടിയിൽ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും അർഹരാണ്. എന്തെന്നാൽ പരീക്ഷണങ്ങളിൽ അവർ വിശ്വസ്തരായി നിലകൊണ്ടു. നമ്മുടെ പ്രതിനിധിയായി ഗബ്രിയേൽ കരുണയുടെ സദ്വാർത്ത അവരെ അറിയിക്കുകയും അതുവഴി തങ്ങൾക്കും ലോകം മുഴുവനും ആനന്ദം ഉളവാകുകയും ചെയ്യട്ടെ. പരിശുദ്ധ ത്രിത്വത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി പ്രധാന മാലാഖയായ ഗബ്രിയേൽ കുമ്പിട്ടു. ഒരു അശരീരി ഇപ്രകാരം കേൾക്കപ്പെട്ടു: ഗബ്രിയേലെ, നമ്മുടെ ദാസരായ യോവാക്കിമിനെയും അന്നയെയും സാന്ത്വനപ്പെടുത്തുക. നമ്മുടെ വലത്തുകരത്തിന്റെ അനുഗ്രഹത്താൽ അവരുടെ പ്രാർത്ഥന പ്രകാരം അന്ന ഒരു പെൺകുട്ടിയെ ഗർഭം ധരിക്കും. മേരി എന്നാണ് അവളുടെ നാമം. ഈ നിർദ്ദേശത്തോടൊപ്പം വിവിധ കൂദാശ രഹസ്യങ്ങളും വിശുദ്ധ ഗബ്രിയേലിന് വെളിപ്പെടുത്തപ്പെട്ടു. പ്രാർത്ഥനയിലായിരുന്ന യോവാക്കിമിന് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനായി ഇപ്രകാരം അറിയിച്ചു: നീതിമാനായ യോവാക്കിമേ, ദൈവം നിന്റെ പ്രാർത്ഥന ഗ്രഹിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. നിന്റെ ഭാര്യ അന്ന ഒരു പുത്രിയെ പ്രസവിക്കും. അവൾ സ്ത്രീകളിൽ അനുഗ്രഹീതയായിരിക്കും. സർവശക്തനായ ദൈവം അനന്ത നന്മകൾ നിങ്ങളുടെ ഭവനത്തിൽ ചൊരിയുകയും നിങ്ങൾക്ക് മകളെ തരാൻ തിരുവുള്ളമാകുകയും ചെയ്തിരിക്കുന്നു. അവൾക്ക് മേരി എന്ന നാമവും അവിടുന്ന് നൽകിയിരിക്കുന്നു. നിങ്ങൾ അവിടുത്തേക്ക് നൽകിയ വാക്കനുസരിച്ച് അവളെ ദൈവാലയത്തിൽ ദൈവത്തിന് സമർപ്പിക്കുക. അന്നയുടെ വന്ധ്യത കണക്കിലെടുക്കുമ്പോൾ ഈ വന്ധ്യത ഒരു അത്ഭുതമാണ്. നിന്റെ മകളുടെ പ്രവൃത്തികളും അത്ഭുതങ്ങളായിരിക്കും. വേറെ ആർക്കും ലഭിക്കാത്ത ഈ അത്ഭുതങ്ങളെ പ്രതി ദൈവത്തെ സ്തുതിക്കാൻ എഴുന്നേറ്റ് ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുക. ഈ ദൈവിക സന്ദേശത്തിന് സാക്ഷ്യമായി ദൈവാലയത്തിൽ സുവർണ കവാടത്തിൽ നിന്റെ ഭാര്യ അന്നയെ നീ കണ്ടുമുട്ടും. ഈ സന്ദേശം അതിമനോഹരമാണ്. നിന്റെ സന്താനത്തിന്റെ ഉത്ഭവം സ്വർഗത്തിനും ഭൂമിക്കും ആനന്ദദായകവുമാണ്. ഇതേ സമയം ഉന്നതങ്ങളിൽ നിന്നു ലഭിച്ച തെളിവനുസരിച്ച് മനുഷ്യ അവതാരത്തിന്റെ രഹസ്യത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് അന്ന പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. മാനവകുലത്തിന്റെ രക്ഷ
വേഗത്തിൽ സംഭവ്യമാക്കുന്നതിനു വേണ്ടി അചഞ്ചലമായ വിശ്വാസത്തോടും എളിമയോടും കൂടി അന്ന പ്രാർത്ഥിച്ചു. അപ്പോൾ ഗബ്രിയേൽ അവളോട് സംസാരിച്ചു. നിന്റെയും യോവാക്കിമിന്റെയും വിശ്വാസവും എളിമയും കാഴ്ചകളും ദൈവം കൈക്കൊണ്ടിരിക്കുന്നു. അവിടുന്ന് നിന്നെ വളരെയധികം അനുഗ്രഹിക്കാൻ തിരുവുള്ളമായിരിക്കുന്നു. അവിടുത്തെ ഏകജാതന്റെ മാതാവിന് ജന്മം നൽകാൻ അവിടുന്ന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിനക്ക് ഒരു മകൾ ജനിക്കുമെന്നും അവൾ മേരി എന്ന് നാമകരണം ചെയ്യപ്പെടുമെന്നും ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. അവൾ സ്ത്രീകളിൽ അനുഗ്രഹീതയും പരിശുദ്ധാത്മാവ് നിറഞ്ഞവളുമായിരിക്കും. നിന്റെ പൂർവികരുടെ പ്രവചനങ്ങൾ അവളിൽ നിറവേറും. മാനവകുലത്തിന് നിത്യരക്ഷ നൽകുന്ന സ്വർഗീയ നീർച്ചാൽ പൊഴിക്കുന്ന മേഘമാണവൾ. ഈ സദ്വാർത്ത യോവാക്കിമിനെയും അറിയിച്ചിരിക്കുന്നു. മിശിഹായുടെ മാതാവ് നിന്നിൽ ജനിക്കുമെന്ന വസ്തുത അവനിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഈ വസ്തുത നീയും രഹസ്യമായി തന്നെ സൂക്ഷിക്കുക. ഇപ്പോൾ തന്നെ ദൈവാലയത്തിലേക്ക് പോയി അവിടുത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക. ദൈവാലയത്തിന്റെ സുവർണ കവാടത്തിൽ നീ യോവാക്കിമിനെ കണ്ടുമുട്ടും. ഏകാന്തതയിൽ ദൈവം നിന്റെ ഹൃദയത്തിൽ മന്ത്രിക്കും. അമർത്യനായ ദൈവത്തിന് മാനവരൂപം നൽകാൻ തെരഞ്ഞെടുക്കപ്പെട്ട അവിടുത്തെ മാതാവിനെ നിന്റെ ഉദരത്തിൽ ഉരുവാക്കുകയും ചെയ്യും. ഈ സന്ദേശത്തിന്റെ ആനന്ദ പാരവശ്യതയിൽ അവൾ മോഹാലസ്യപ്പെടാതിരിക്കാൻ പരിശുദ്ധാത്മാവ് അവളെ ശക്തിപ്പെടുത്തി. അവൾ ഉടനെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് പുറപ്പെട്ടു. ദൈവദൂതൻ പറഞ്ഞതനുസരിച്ച് അവിടെ വെച്ച് യോവാക്കിമിനെ കണ്ടുമുട്ടി. അവർ ഇരുവരും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുകയും ബലികളും കാഴ്ചകളും അർപ്പിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവ് നൽകിയ പുതിയ ഉണർവോടും ഉന്മേഷത്തോടും കൂടി അവർ സ്വഭവനത്തിലേക്ക് മടങ്ങി. പ്രധാന മാലാഖയായ ഗബ്രിയേൽ അറിയിച്ച വിവരങ്ങൾ അവരിരുവരും പങ്കുവച്ചു. വിവാഹത്തിനു മുൻപ് അവർക്ക് ലഭിച്ചിരുന്നതും പരസ്പരം പങ്കുവയ്ക്കാതിരുന്നതുമായ ദൈവിക ദൂതിനെക്കുറിച്ചും തദവസരത്തിൽ അവർ സംസാരിച്ചു. അവർക്ക് ലഭിക്കുന്ന മകളെ ദൈവത്തിന് കാഴ്ചയർപ്പിക്കുമെന്ന പ്രതിജ്ഞ അവർ നവീകരിച്ചു. എല്ലാ വർഷവും അവർ ദൈവാലയത്തിലെത്തി ദൈവത്തിന് പ്രത്യേക കാഴ്ചകൾ സമർപ്പിക്കാമെന്നും ദാനധർമ്മം നൽകിക്കൊള്ളാമെന്നും അവർ പ്രതിജ്ഞയെടുത്തു. അവരുടെ ജീവിതാന്ത്യം വരെയും പ്രസ്തുത പ്രതിജ്ഞ അവർ നിറവേറ്റിയിരുന്നു. തന്റെ മകൾ മിശിഹായുടെ മാതാവാകുമെന്ന രഹസ്യം വിവേകമതിയായ അന്ന യോവാക്കിമിനോടോ മറ്റാരോടുമോ അറിയിച്ചിരുന്നില്ല. വിശുദ്ധനായ ആ പിതാവിന് തന്റെ മകൾ വിശേഷാൽ ഭാഗ്യവതിയാണ് എന്നതിൽ കൂടുതലായി ഒന്നും അറിയില്ലായിരുന്നു. എങ്കിലും നല്ലവനായ ദൈവം യോവാക്കിമിന്റെ അന്ത്യനിമിഷത്തിൽ ആ പരിശുദ്ധമായ രഹസ്യം അദ്ദേഹത്തെ അറിയിച്ചു. ആ സംഭവങ്ങൾ തക്ക സമയത്ത് വിവരിച്ചു കൊള്ളാം.